ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പഞ്ചതന്ത്രം കഥകളിൽ നിന്ന് ഒന്ന് ഇന്ന് പറയട്ടെ. കുട്ടികൾക്കുള്ളതാണ് പഞ്ചതന്ത്രം കഥകൾ. നിങ്ങൾ പഠിപ്പും അറിവുമുള്ള മുതിർന്നവർക്ക് ഉള്ളതല്ലല്ലോ. എങ്കിലും ക്ഷമിക്കണം. ഒരിക്കൽ ദൈവഭക്തിയുള്ള ഒരു ബ്രാഹ്മണൻ ഒരാട്ടിൻകുട്ടിയെ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. ആരാധനാലയത്തിൽ നിന്നും ദക്ഷിണയായി കിട്ടിയതാണ്. ലക്ഷണമൊത്തതും ഓമനത്വമുള്ളതും. അതുകൊണ്ട് തന്നെ അതിനെ തോളിൽ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ 3 കൊള്ളക്കാർ ഇത് കണ്ടു. അവർക്ക് സൂപ്പ് വെച്ച് കഴിക്കാൻ നല്ലതാണെന്ന് ആലോചന വന്നു. എന്നാൽ ബ്രാഹ്മണൻ്റെ ലക്ഷ്യം അതല്ല. അതിനെ വളർത്തി വലുതാകുമ്പോൾ പാൽ കുടിക്കുക. ഒരേ സംഗതിയിൽ നിന്ന് ലോകം വിലയിടുന്ന രീതിയാണ് നാം കാണുന്നത്. കള്ളന്മാരിൽ കൂടുതൽ വക്രതയും വികടതയും ഉള്ളവൻ ഒരു പദ്ധതി പറഞ്ഞു. നമുക്ക് 3 പേർക്കും 3 സ്ഥലത്ത് ഈ മനുഷ്യൻ പോകുന്ന വഴി എത്തി നിൽക്കാം. ഒന്നാമത്തെ ആൾ ബ്രാഹ്മണനെ ശ്രേഷ്ഠനെന്നും വിശുദ്ധനെന്നും സംബോധന ചെയ്ത് പറഞ്ഞു, അങ്ങയുടെ കയ്യിലുള്ള ഓമനത്വമുള്ള ആട് നന്നായിരിക്കുന്നു, പക്ഷെ അത് വലുതാണല്ലോ, അതിനെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു നന്ന്. പക്ഷേ ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചുമക്കുന്നത്. മുന്നോട്ട് പോകുകയെ അടുത്ത കവലയ്ക്കൽ അടുത്ത കള്ളൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ലയോ ശ്രേഷ്ഠനായ ബ്രാഹ്മണ, അങ്ങ് എന്തിനാണ് ഈ പട്ടിക്കുട്ടിയെ പൂജ കഴിഞ്ഞ് പോകുമ്പോൾ ചുമന്നു കൊണ്ടുപോകുന്നത്? ബ്രാഹ്മണൻ പറഞ്ഞു, താങ്കളുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. അത് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് നടന്നു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത കവലയ്ക്കൽ അടുത്ത കള്ളൻ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ശുദ്ധനും ശ്രേഷ്ഠനും വിവേകശാലിയുമായ ബ്രാഹ്മണ, അങ്ങ് എന്തിനാണ് ഈ കഴുതയെ ചുമക്കുന്നത്? 3ാമത്തെ ആൾ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് സംശയമായി. ഞാൻ ചുമക്കുന്നത് ദുഷ്ടാത്മാവ് പ്രവേശിച്ച വല്ല ജീവിയെയും ആയിരിക്കും, അതോ ദുഷ്ടാത്മാവിനെ തന്നെയാണോ? അദ്ദേഹം അതിനെ താഴെ ഇറക്കി വെച്ചിട്ട് ഈശ്വരനെ വിളിച്ച് ഓടുവാൻ തുടങ്ങി. ഇത് ഇന്ന് നാം അധിവസിക്കുന്ന ലോകത്തിൻ്റെ ചിത്രമാണ്. പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ച് പറഞ്ഞു, നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും പേര് വിളിക്കുന്ന അശുദ്ധ ജനമേ എന്ന്. കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നുണ്ടല്ലോ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. ദൈവാത്മാവ് കൂടെയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ നാം വീഴുകയില്ല. ചതിക്കുഴിയിൽ വീഴാതെ ഇരിപ്പാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ലോകയാത്രയിൽ നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും ഊടുകൾക്ക് പ്രകാശവുമായിരിക്കണമേ. നിന്റെ വിശുദ്ധാത്മാവിൻ്റെ ആലോചന എന്നെ നടത്തി നയിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രേയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.